ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ ദിവസം അമ്പാടിക്ക് വാങ്ങിച്ച സ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ എൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും പിന്നെ കുഞ്ഞുവാവയുടെ അമ്പാടിയുടെയും അനിയൻ്റെയും ചേട്ടൻ്റെ ഒക്കെ ഫോട്ടോ വരച്ച് ഇങ്ങനെ കാർട്ടൂൺ പോലെ വരച്ചിട്ട് അത് അമ്പാടീന് ഞാൻ പറയുമായിരുന്നു ഇത് ആരൊക്കെയാണ്, ഇത് ഇന്ന ആളാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് കുഞ്ഞു വാവനെ കുത്തിവെപ്പിന് കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ. 3 ഇഞ്ചക്ഷൻ ഉണ്ട് ഇന്ന്. ഇത് 3-ാം മാസത്തെ ആണെന്ന് തോന്നുന്നു. 3-ാം മാസത്തെ കുത്തിവെപ്പാണ്. അപ്പം രാവിലെ 2 പേരെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും പോയി മേലൊക്കെ ഒന്ന് കുളിച്ച് വന്നിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്പാടി ഇറങ്ങിപ്പോയി മുറ്റത്തേക്ക്. പിന്നെ അവനെ വിളിക്കാൻ വേണ്ടി ഞാൻ പുറകെ പോയതാണ്. പിന്നെ കുഞ്ഞുവാവ ഇവിടെ കിടന്ന് കമളാനുള്ള ശ്രമത്തിലാണ്. കമന്ന് വിട്ടോ, 2-3 വട്ടം കമന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട് വാവ. അവനെയും ഞാൻ റെഡിയാക്കി. ഈ ഒരു ഉടുപ്പിൻ്റെ നിക്കറല്ല കേട്ടോ ഇത്. ഈ ഒരു ഉടുപ്പിൻ്റെ നിക്കർ ഞാൻ കഴിഞ്ഞ ദിവസം കരിമ്പൻ മരുന്ന് മുക്കിയപ്പോഴത്തേക്കും അറിയാണ്ടതിൽ ഇട്ട് മുക്കി കളറ് പോയി. അപ്പോൾ അങ്ങനെ വാവ ഉറങ്ങിയതിന് ശേഷം അവനെ ഒരുക്കി അമ്പാടി പോയി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനാണ്. പിന്നെ ഞാൻ അമ്പാടിയുടെ പറയുമായിരുന്നു വാവനെ എണീപ്പിക്കല്ലെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പോകുവാണ് കേട്ടോ. അങ്ങനെ വാവ എണീറ്റു. ഞങ്ങൾ പിന്നെ ഇറങ്ങുവാണ്. ഞാൻ ആദ്യം വെളിയിൽ ഇറങ്ങി നിൽക്കുവാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു വേഗം വാ, സമയം പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാവയുടെ ബുക്കും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത സെൻറ്ററിൽ തന്നെയാണ് കുത്തിവെപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയ ആർഭാടമായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടല്ല പോയ, വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊണ്ട് പോയത് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നമ്മുടെ വഴി തന്നെയാണ്. ഇങ്ങോട്ടേക്ക് റോട്ടിലോട്ട് കയറുന്ന വഴിയാണ്. ഈ വഴി ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനാണ് അമ്പാടീനെ എടുത്തേക്കുന്നത്. ചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞുവാവയാണ് കേട്ടോ. മിക്കപ്പോഴും ചേട്ടനാണ് അമ്പാടീനെ എടുക്കാറ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പാടീനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് കുത്തിവെപ്പിന് പോണ വഴിക്ക് ഞാനാണെങ്കിൽ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് അമ്പാടിക്കൊരു ബോളും കുഞ്ഞുവാവയ്ക്കൊരു കിലുക്കവും വാങ്ങിയിട്ട് അവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ കയറിയപ്പം വാങ്ങിച്ചതാണ്. അമ്പാടി കുറേ നാളെ ഒരു പന്തിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. അതായത് ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ആ ഒരു കുത്തിവെപ്പ് സ്ഥലം. അതായത് ഒരു വായനശാലയാണത്. അപ്പോൾ അവിടെ ആ ഒരു കെട്ടിടത്തിൽ വെച്ചാണ് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് സിസ്റ്റർമാരൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ട് അപ്പോൾ ആ കാണുന്ന 2 നില കെട്ടിടമാണ് വായനശാല. അവിടെ വെച്ചാണ് ഇഞ്ചക്ഷനും കാര്യങ്ങളും. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ തോട്ടാറമുറ്റം ദേവീക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ഈ ആറ്റുവേലയൊക്കെ നടക്കുന്നത്, മീനഭരണി മഹോത്സവം ആറ്റുവേലയൊക്കെ നടക്കുന്ന അമ്പലമാണിത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. കുത്തിവെപ്പിന് കയറിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മരുന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്പാടി അവിടുത്തെ കസേര ഇരുന്ന് കല്ലൊക്കെ പെറുക്കി വെച്ചൊക്കെ ഇരിക്കുവാണ്. പിന്നെ ഇതാ എല്ലാം കഴിഞ്ഞ് സിസ്റ്റർമാരൊക്കെ പോകാൻ ഇറങ്ങി കേട്ടോ. പിന്നെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ബുക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് എന്തോ പേര് ഇതൊക്കെ ചെയ്യണം, എഴുതി കൊടുക്കണം. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരൊറ്റ ഉറക്കം അങ്ങ് ഉറങ്ങി. വേറെ ഒരു വീഡിയോ എടുത്തില്ല, കാരണം അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. പിന്നെ കിടന്ന് ഉറങ്ങി എണീറ്റ് 4 മണിയായപ്പോഴാണ്. അതായത് ഇപ്പം ഞങ്ങൾ വന്ന് കയറിയപ്പോഴത്തേക്ക് സമയം ഒരു 1:30 ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. വന്ന് കയറി നല്ലൊരു ക്ഷീണം കാരണം. പിന്നെ പിള്ളേർക്കും ക്ഷീണമായിരുന്നു. 2 പേരെ ഒരുവിധം പിടിച്ച് കിടത്തി ഉറക്കി. ചേട്ടനും കിടന്നുറങ്ങി. ഒപ്പം ഞാനും കിടന്നുറങ്ങി. 4 മണിയായപ്പോൾ എണീറ്റിട്ടാണ് ഉച്ചയൂണ് കഴിക്കുന്നത്. ഇന്നത്തെ ദിവസം കറണ്ടില്ല കേട്ടോ. നേരം വെളുത്തപ്പം പോയതാണ്. അതുകൊണ്ട് കറണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വന്നിരുന്നാണ് ചോറ് കഴിക്കുന്നത്. അമ്പാടിക്കും ഞാൻ വാരി കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക ദിവസവും വെട്ടവും വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ചൂടൊക്കെ ആകുന്നെങ്കിൽ ഞാൻ ആ ഒരു വെളിയിലിരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ അച്ഛൻ കുറച്ച് നേരം വാവേനെയും കൊണ്ട് നടക്കുവാണ്. അമ്പാടി അതിൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടിൻ്റെ ഇവിടുന്ന് കരയുണ്ട് കേട്ടോ. ഞാൻ ചോറും കൊണ്ട് അങ്ങ് പോയത് കൊണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. രാത്രി ഒരു 7:30 ആയിട്ടുണ്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അനിയൻ വന്നു. കാരണം ഇത് മേടിച്ച് വെച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കും അനിയനും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി 3-4 ദിവസം മുമ്പ് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയൻ വന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ പോകണമായിരുന്നു കേട്ടോ. ഫോണിൽ ചാർജ് കുറവാണ്, അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയില്ല. വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ആ കടയിൽ പോകാൻ വേണ്ടി. കുറേ ദൂരം അങ്ങ് പോകണം കേട്ടോ. നമ്മുടെ ഇവിടെ അല്ല, കുറച്ചധികം പോകണം. അപ്പോൾ കടയിൽ പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അരി, വീട്ടിലേക്കുള്ള എല്ലാ കൂട്ടവും വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ, കടുക്, അരി, അങ്ങനെ പിന്നെ പിള്ളേർക്കുള്ള ബിസ്ക്കറ്റ്, പാമ്പർ കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ
വാങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് കടയിലോട്ട് പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പൈസയുടെയും ബ്ലേഡിൻ്റെയും കടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. ഒരുപാട് കടമുണ്ട് കേട്ടോ നമുക്കപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ അനിയനുമായിട്ട് ചർച്ച ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വന്ന ഉടനെ ഞാൻ പിന്നെ ആ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി വാരി അടുപ്പത്ത് വെച്ച് തട്ടിക്കൂട്ടി പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് പിന്നെ എടുത്തത് കേട്ടോ. കാരണം തിരിച്ച് വന്നപ്പോൾ ഫോണിലൊട്ടും ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അരി സാധനങ്ങളൊക്കെ മേടിച്ചു. ആ കൂടെ മേടിച്ച കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. മീറ്റ് മസാല, ഗ്രീൻ പീസ്, കടല, ഇറച്ചി മസാല, അപ്പപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. പിന്നെ ഇതേപോലത്തെ 2 പാക്കറ്റ് പാമ്പറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാമ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഞാൻ ഓൾറെഡി പുഴുങ്ങാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും അനിയനും അമ്മയ്ക്കും കൂടിയിട്ട് പുഴുങ്ങാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സോപ്പൊക്കെ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാവർക്കും